Divya SIL. I'm Malvika Mohan. Welcome to Walk with Me. Thank you. So, ഒരു ഹെവി ലോഡഡ് ടൈറ്റിലാണ് വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ടിന്റെ മാനേജിംഗ് ഡയറക്ടർ. ഹൗ ഇസ് ദാറ്റ് പൊസിഷൻ ട്രീറ്റിംഗ് യു? Excellent. I would say, arguably the most eventful phase of my career and life as such. കാരണം കേരളത്തിൻ്റെ വികസന നാഴികയിൽ ഏറ്റവും പ്രമുഖമായിട്ടുള്ള ഒരു പതിപ്പാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിൻ്റെ വികസനം എന്നുള്ളത്. ഇന്ന് നമ്മളെല്ലാവരും ശരിക്കും കേരളത്തിലാണ് വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ട് എന്ന് പറയും. കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ട് ഉള്ള സ്ഥലമാണ് കേരളം എന്ന് അറിയപ്പെടുന്ന ഒരു വളർച്ചയിലേക്ക് നമ്മൾ പോകും എന്നുള്ളത് ഞങ്ങൾക്ക് ഉറപ്പാണ്. കാരണം ഇറ്റ്സ് പ്രോബ്ലി ഓൾസോ പുട്ടിങ് കേരള ഇൻ എ ഗ്ലോബൽ മാപ്പ്, ഒരു ഭയങ്കര പ്രോമിനൻസ് കൊടുക്കുന്ന ഒരു അബ്സല്യൂട്ട്ലി. അപ്പോൾ ശരിക്കും ഈ കടലോളം സാധ്യതകൾ എന്നൊക്കെ നമ്മൾ പറയുന്നതിനെ അന്വർത്ഥമാക്കുന്ന ഒരു പദ്ധതി കൂടിയാണ്. അപ്പോൾ അത് യാഥാർത്ഥ്യമാക്കുവാനായി പ്രവർത്തിക്കുന്ന ഒരു സംഘത്തിൻ്റെ അല്ലെങ്കിൽ ഒരു സർക്കാരിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞു എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു വലിയൊരു അവസരമാണ്, വലിയൊരു സൗഭാഗ്യമാണ്. അപ്പം മാം, നമ്മൾ ഇപ്പം കേരളത്തിൻ്റെ കാര്യം പറഞ്ഞു. സോ ഇത് ശരിക്കും പറഞ്ഞാൽ കേരളത്തിന് മാത്രമല്ലല്ലേ, ഒരു ഇന്ത്യയുടെ എക്കണോമിക് ഗ്രോത്തിനെ തന്നെ ഭയങ്കരമായിട്ട് പുഷ് ചെയ്യുന്ന, കാറ്റലൈസ് ചെയ്യുന്ന ഒരു കാര്യമാണ് വിഴിഞ്ഞം പോർട്ട്. അപ്പം ഹൗ ഡു യു സീ ദാറ്റ് നമ്മൾ ഇന്ത്യയുടെ എക്കണോമിക് ഗ്രോത്തിലോട്ട് ഈ പോർട്ടിൻ്റെ ഒരു എന്താ പറയുക സംഭാവന എന്തായിരിക്കും? ഓൾറെഡി നമ്മളിപ്പോൾ പോർട്ട് വാണിജ്യ അടിസ്ഥാനത്തിൽ പ്രവർത്തനം ആരംഭിച്ച ശേഷം, അതായത് ഡിസംബർ 2024 നമ്മൾ കൊമേഴ്ഷ്യൽ ഓപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിനുശേഷം ഇപ്പോഴുള്ള സമയത്തിനുള്ളിൽ തന്നെ നമ്മൾ ശരിക്കും റെക്കോർഡുകൾ ഭേദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 850 കപ്പലുകൾക്ക് മേലെ നമുക്ക് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിൽ ഇപ്പോൾ തന്നെ നമുക്ക് സേവനങ്ങൾ നൽകാൻ സാധിച്ചു. 1.25 മില്യൺ TEUs ആണ് നമ്മൾ കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിനോടൊപ്പം അത്രയും അധികം വരുമാനവും നമ്മുടെ രാജ്യത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് വരുമാനം എന്ന് പറയുമ്പോൾ 500-600 കോടി രൂപ വരുമാനവും GST മാത്രം നമുക്ക് 150-200 കോടി രൂപ GST മാത്രമായിട്ട് നമുക്ക് ഇതിനോടകം തന്നെ ലഭിച്ചു കഴിഞ്ഞു. അപ്പോൾ അത്തരത്തിൽ നമുക്ക് നമ്മുടെ സമ്പദ് വ്യവസ്ഥയിൽ വരുന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് ഈ പറയുന്ന തുറമുഖത്തിൻ്റെ ഓപ്പറേഷൻസ്, അതായത് പ്രവർത്തനം ക്ഷമത എന്നുള്ളത് വെച്ച് നമുക്ക് ലഭിക്കുന്ന വരുമാനം, അതിൽ നിന്നും ലഭിക്കുന്ന നികുതി എന്നുള്ളത് മാത്രമല്ലാതെ വികസനത്തിനായി വരുന്ന നിക്ഷേപങ്ങൾ. അപ്പോൾ അടുത്ത ഒരു 3 വർഷത്തിൽ, നമ്മളിപ്പോൾ 2026 സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, ഇതേ സമയം നമ്മൾ 2029 സംസാരിക്കുമ്പോൾ കേരളത്തിൽ ഏകദേശം 20,000 കോടി രൂപയുടെ സ്വകാര്യ നിക്ഷേപം വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖവും അനുബന്ധ വികസനത്തിന് മാത്രമായി ഉറപ്പായിട്ടും വന്നു കാണുന്നു. പിന്നെ അപ്പോൾ അത്തരത്തിലുള്ള ഒരു നിക്ഷേപ സൗഹാർദ്ദ അന്തരീക്ഷം എന്ന് പറയുന്നത് കേരള ചരിത്രത്തിൽ ഇന്ന് വരെ നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒന്നാണ്. അത്തരത്തിലുള്ള ഒരു സമ്പദ് വ്യവസ്ഥയിലുള്ള മാറ്റത്തിന് വഴിവെട്ടുകയാണ് ശരിക്കും വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിൻ്റെ ഈ വികസനം എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടേതായിട്ടുള്ള പ്രമുഖമായിട്ടുള്ള ഒരു പതിപ്പ് എന്ന് പറയാനുള്ള പ്രധാന കാരണം അതും കൂടിയാണ്. കാരണം ദിസ് ഇസ് ജസ്റ്റ് ദ ബിഗിനിങ് ഓഫ് great things that are waiting to happen. Much greater things. So that's lovely. മാം, എന്താണ് എന്താ പറയുക, അപ്പം നമ്മൾ ഈ പോർട്ടിൻ്റെ വർക്ക് തുടങ്ങുന്ന സമയത്ത് there was a lot of obstructions അല്ലേ, ലൈക്ക് ക്ലൈമാറ്റിക് പ്രോബ്ലംസ്, ജിയോളജിക്കൽ പ്രോബ്ലംസ്, അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇതിൻ്റെയൊക്കെ ഒരു എത്രത്തോളം അത് ഒരു ഫസ്റ്റ് ഹാൻഡ് അത് അനുഭവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അത് എങ്ങനെയാണ് അത് ഓവർകം ചെയ്തു? അതെ, യഥാർത്ഥത്തിൽ ഈ തുറമുഖത്തിൻ്റെ ആശയം എന്നുള്ളത് വർഷങ്ങൾക്ക് മുൻപേ ഉണ്ടായിട്ടുള്ള ഒരു ആശയമാണ്. നൂറ്റാണ്ടുകൾക്ക് മുൻപേ ഉണ്ടായിട്ടുള്ള ആശയം എന്ന് പറഞ്ഞാലും തെറ്റല്ല. കാരണം ഈ ഇടയ്ക്ക് ഒരു കോൺഫറൻസിൽ അത് കേട്ടു. അതെ, അപ്പോൾ നമ്മുടെ തിരുവിതാംകൂർ ട്രാവൻകൂർ ഡൈനാസ്റ്റി എന്ന് നമ്മൾ പറയുന്ന രാജഭരണകാലം മുതൽ തന്നെ ശരിക്കും വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ അതിൻ്റെ ഇപ്പോൾ ആഴത്തെക്കുറിച്ചായാലും അതിൻ്റെ സ്ഥിതിഗതികളെക്കുറിച്ചായാലും ഒക്കെയുള്ള വളരെ വിശദമായിട്ടുള്ള പഠനങ്ങൾ നടത്തുകയും അവിടെ ഇതുപോലെ ഒരു തുറമുഖം നിർമ്മിക്കണം എന്നുള്ള
പ്ലാൻ സഹിതം സൃഷ്ടിക്കുകയൊക്കെ ചെയ്ത ഒരു കാലഘട്ടമായിരുന്നു. അപ്പം അതിനു മുൻപേ നമ്മൾ ചരിത്രത്തിൽ നോക്കുകയാണെങ്കിൽ ശരിക്കും നമ്മൾ സംഘം ലിറ്ററേച്ചർ എന്നൊക്കെ പറയുന്ന സമയം മുതൽ തന്നെ ഈ ഒരു ഇടത്തിൻ്റെ പ്രാധാന്യം എന്താണ് എന്നുള്ളതിനെക്കുറിച്ചും ശരിക്കും ഇപ്പോൾ ഈ ചോള രാജാക്കന്മാരും ചേര രാജാക്കന്മാരും പാണ്ഡ്യ രാജാക്കന്മാരും ഒക്കെ യുദ്ധം ചെയ്ത് ഈ ഒരു ഭൂമിക്ക് വേണ്ടി, ഈ ഒരു ഇടത്തിന് വേണ്ടി യുദ്ധം ചെയ്തിട്ടുള്ള കഥകളും അനുഭവങ്ങളും അതുപോലെ കുറിപ്പുകളും ഒക്കെ ചരിത്രത്തിൽ ഒരുപാടുണ്ട്. അപ്പോൾ ആ ഒരു കാലഘട്ടം മുതലേ ഉള്ള ഒരു സ്വപ്നമാണ്, ആ കാലഘട്ടം മുതലേ ആളുകൾ ചിന്തിച്ചു തുടങ്ങിയ ഒരു പദ്ധതിയുമാണ്. അപ്പോൾ അത്രയും പഴക്കമുള്ള ഒരു സ്വപ്നത്തിൻ്റെ യാഥാർത്ഥ്യം ആണ് ശരിക്കും നമ്മൾ ഇന്നിവിടെ സാക്ഷ്യം വഹിക്കുന്നത്. ഇറ്റ് മസ്റ്റ് ബി എ വെരി പ്രൗഡ് ഫേസ് അല്ലേ ആ ഒരു ടു ബി പാർട്ട് ഓഫ് ദിസ്. ഇതിന്റെ ആ ഒരു എന്താ പറയാ, അത് പൂർത്തീകരിക്കുന്ന ഒരു സമയത്ത് ദറ്റ് യു ആർ പാർട്ട് ഓഫ് സച്ച് എ എന്താ പറയാ ഹിസ്റ്റോറിക് മൊമെന്റ് അല്ലേ? സോറി, പ്ലീസ് കണ്ടിന്യൂ. എനിക്ക് തോന്നുന്നു പെട്ടെന്ന് രോമാഞ്ചമൊക്കെ വന്നു. സോ ഐ ഹാഡ് ടു സേ ഇറ്റ്. രോമാഞ്ചം ഫോർ യു, യു നോ, ഹൗ യു മസ്റ്റ് ബി ഫീലിംഗ് ഇൻ യുവർ കരിയർ ആൻഡ് യു നോ ഇൻ യുവർ പേഴ്സണൽ growth. Yeah, so please go ahead. Absolutely. And I think it's important for us to realize that, you know, all of us are part of this dream. You know, it's the dream of a land, it's the dream of a people. നമുക്ക് മുന്നേ ഉണ്ടായിരുന്ന പല തലമുറകൾ സ്വപ്നം കണ്ടിരുന്ന ഒരു യാഥാർത്ഥ്യമാണ് ഇന്ന് നമ്മുടെ കൺമുന്നിൽ പൂവണിയുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു ആ ഒരു തുടർച്ചയുണ്ടല്ലോ, അതാണ് എനിക്കും ഏറ്റവും അധികം ഊർജം നൽകുന്നത്. ദിസ് നോട്ട് സംതിങ് ദാറ്റ് യു ആർ ഡൂയിങ് ടുഡേ ആൻഡ് വിച്ച് വിൽ ഡിസപ്പിയർ ടുമോറോ. ഈ ചരിത്രമുള്ളതുപോലെ തന്നെ ഇതിന്റെ ഭാവിയും ഇത്രയും നീണ്ടതാണ്, ഇത്രയും വിശാലമാണ്, അതിനേക്കാളും ഉണ്ടായിരിക്കും. അപ്പോൾ ഞങ്ങൾ അവിടെ ഓരോ പ്രവൃത്തിയും തുറമുഖത്തിനായിട്ട് ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ എൻ്റെ മകൻ്റെ തലമുറയിലുള്ള കുട്ടികൾക്കായിരിക്കും അതിൻ്റെ ഏറ്റവും പുഷ്കല കാലത്തിൽ ജീവിക്കാൻ സാധിക്കുക. ഇപ്പം ഉള്ളതിൻ്റെ 10 മടങ്ങ് അല്ലെങ്കിൽ 100 ഇരട്ടി വിശാലമായിട്ടുള്ള ഒരു വിഴിഞ്ഞം തുറമുഖത്തിലായിരിക്കും, അല്ലെങ്കിൽ പ്രവർത്തനക്ഷമതയിലായിരിക്കും, അല്ലെങ്കിൽ മികവിലായിരിക്കും അവരോരോരുത്തരും ജീവിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ എപ്പോഴും അവിടെ പോകുമ്പോൾ ശരിക്കും അവിടെയുള്ള വിഴിഞ്ഞത്തെ ജനങ്ങൾ ഒരു വലിയൊരു ബലമാണ് ഞങ്ങൾക്ക്. അപ്പോൾ അവിടെ പോകുമ്പോൾ അവിടെയുള്ള അമ്മമാരെയും വനിതകളെയൊക്കെ കാണുമ്പോൾ അവരെന്നോട് പറയുന്ന ഒരു കാര്യമുണ്ട്. ഞങ്ങളുടെ തലമുറയിലെ ആളുകൾ എല്ലാവരും സ്വന്തം ജീവൻ പണയം വെച്ച് ഈ കടലിലേക്ക് ഇറങ്ങിച്ചെന്ന് മീൻ പിടിച്ചുകൊണ്ട് വന്ന് അന്നന്നത്തെ അന്നത്തിനായി കഷ്ടപ്പെടുന്ന ആളുകളാണ്. പക്ഷെ ഞങ്ങളുടെ മക്കള് വളർന്ന് വലുതാവുമ്പോൾ അവർക്ക് അവരുടെ ഭാവി ശോഭനീയമാണ്, അവരുടെ ഭാവി ഞങ്ങളുടെ ജീവിതത്തിനേക്കാളും മെച്ചപ്പെട്ടതാണ് എന്നുള്ളത് ഞങ്ങൾക്കിപ്പോൾ ഉറപ്പുണ്ട്. അത് ഞാൻ പറയണ്ടല്ലോ, എന്നോട് അവര് പറയണ്ടാണ്. അപ്പോൾ ഓരോ തവണ അവിടെ പോകുമ്പോഴും അങ്ങനെയുള്ള അവരുടെ അത്രയും പ്രതീക്ഷ ജനങ്ങൾക്ക് നൽകാൻ കഴിയുക എന്നുള്ളത്, ആ ഒരു ഉറപ്പുണ്ടല്ലോ, അവരുടെ മനസ്സിൽ ആ ഒരു ഉറപ്പുണ്ടല്ലോ, തങ്ങളുടെ മക്കളുടെ ഭാവി സുരക്ഷിതമാണ് എന്നുള്ള ഒരു ഉറപ്പ്. എനിക്ക് തോന്നുന്നു അതാണ് ശരിക്കും തുറമുഖം കൊണ്ടുവന്ന വികസനത്തിൽ ഏറ്റവും വലുത്. നമ്മൾ നേരത്തെ പറഞ്ഞ ഈ സമ്പദ് വ്യവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റത്തിനൊക്കെ കാളും ഇതാണ് വലുത്. കാരണം immediate change for the people who is part of that geography. Yes, absolutely. കാരണം അവരാണ് അത് കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നും അവിടെ നേരത്തെ എന്തായിരുന്നു എന്നും ഒരു പക്ഷേ ആരംഭഘട്ടത്തിൽ ഉണ്ടായിരുന്ന കുറേ അധികം പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു, പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, ഇത് യാഥാർത്ഥ്യമാകുമോ എന്നുള്ള ആശങ്കകൾ ഉണ്ടായിരുന്നു അവർക്ക്. അപ്പം ആ ആശങ്കയിൽ നിന്നും ആശയിലേക്കുള്ള അവരുടെ ഒരു പരിവർത്തനം ഉണ്ടല്ലോ, അതാണ് യഥാർത്ഥത്തിൽ വിഴിഞ്ഞത്തിന്റെ വികസനം എന്ന് എനിക്ക് തോന്നുന്നത്. എനിക്ക് തോന്നുന്നു വളരെ യങ് ആയിരിക്കുന്ന ഒരു സമയത്ത് ഈ വിഴിഞ്ഞൊരു പോർട്ട് വരാൻ പോകുന്നു, അപ്പം സ്ഥലത്തിന് വില കൂടാൻ പോകുന്നു, അല്ലെങ്കിൽ ആക്വിസിഷൻ നടക്കുന്നു, പല റിസോർട്ട്സും നിർത്തി ഗവൺമെന്റ് ഏറ്റെടുക്കുന്നു സ്ഥലം. ഇതൊക്കെ I think we've been hearing it from such a young age, and today to see that happen, നമ്മൾ വിഴിഞ്ഞം പോകുമ്പോൾ ആ ബ്ലൂ കളറിലെ ക്രെയിൻസ് ഇങ്ങനെ നിൽക്കുന്ന കാണുമ്പോൾ തന്നെ it's really a great pleasure. അപ്പം because you were talking about the people there, ഒത്തിരി റീഹാബിലിറ്റേഷൻ അവിടെ നടന്നിട്ടുണ്ട്. So what is the status of that, as in how have we rehabilitated people that we've moved from Viഴിഞ്ഞം?
So, you know, one of the most wonderful things about the port is that we have built the port entirely on reclaimed land. അതായത് കടലിൽ നിന്ന് നമ്മൾ വീണ്ടെടുത്ത ഭൂമിയിലാണ് നമ്മളിപ്പോൾ തുറമുഖം നിർമ്മിച്ചിരിക്കുന്നത്. അതിൻ്റെ യാർഡാണെങ്കിലും അതിൻ്റെ ബർത്താണെങ്കിലും എല്ലാം തന്നെ. അപ്പോൾ ഇനി രണ്ടാം ഘട്ടം നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞു. ഇപ്പോഴും നമ്മൾ കടലിൽ നിന്നും വീണ്ടെടുക്കുന്ന ഭൂമിയിലാണ് ഇത് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ തുറമുഖം നിർമ്മിക്കാനായിട്ട് നമുക്ക് കുടുംബങ്ങളെ, ഭവനങ്ങളെ തുടച്ചു നീക്കുകയോ അല്ലെങ്കിൽ ആളുകളെ അവിടെ നിന്ന് മാറ്റിപ്പാർപ്പിക്കുകയോ ചെയ്യേണ്ടി വന്നിട്ടില്ല. സോ അഗൈൻ ആ ഒരു രീതിയിൽ സീറോ ഡിസ്പ്ലേസ്മെന്റ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് കേരളത്തിന്റെ ചരിത്രത്തിൽ, ഭാരതത്തിന്റെ ഒരു വികസന ചരിത്രത്തിൽ ഒരു നാഴികക്കല്ലാണ്. അതിന് ചുറ്റുമുള്ള കുറച്ച് സ്ഥലം മറ്റ് ഇപ്പോൾ പോർട്ട് എസ്റ്റേറ്റ് ഡെവലപ്മെൻറ്റിനായിട്ട് അല്ലെങ്കിൽ അനുബന്ധമായിട്ടുള്ള വ്യാവസായികവൽക്കരണത്തിനായിട്ടൊക്കെ നമ്മൾ ഭൂമി ഏറ്റെടുക്കുന്നുണ്ട്. ഇപ്പോൾ റെയിലിന് വേണ്ടിയിട്ട് ഭൂമി ഏറ്റെടുക്കുന്നുണ്ട്. അപ്പോൾ ആ പ്രവർത്തനങ്ങളൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ തുറമുഖം ആസ് സച്ച് നമ്മൾ ഈ പറയുന്ന റീക്ലെയിം ലാൻഡിലാണ് ചെയ്തിട്ടുള്ളത്. എന്നിരിക്കലും ഭൂമി നഷ്ടപ്പെട്ടില്ല, ഭവനം നഷ്ടപ്പെട്ടില്ല എന്നുള്ളത് കൊണ്ട് നമ്മൾ ജനങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകാതിരുന്നില്ല. കാരണം പലപ്പോഴും കടലിനെ ചുറ്റിപ്പറ്റി ജീവിക്കുന്നവർക്ക് അവരുടെ വരുമാന മാർഗം എന്ന് പറയുന്നത് കടൽ തന്നെയാണ്. അപ്പോൾ അത്തരത്തിലുള്ള അവർക്ക് തൊഴിൽ നഷ്ടമായിട്ടുണ്ട്. കുറേയധികം പേർക്ക് വരുമാന മാർഗം നഷ്ടപ്പെട്ടിട്ടുണ്ട്. അവർ ചെയ്തുകൊണ്ടിരുന്ന ജോലി അവർ ചെയ്തുകൊണ്ടിരുന്ന ഇടത്തിൽ വന്ന് ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കാതെയായി. അവർ ഇപ്പോൾ ബോട്ടിൽ കടലിലേക്ക് പോകുമ്പോൾ പോലും ചിലർക്ക് നേരത്തെ പോയിക്കൊണ്ടിരുന്ന അതേ വഴികളിലൂടെ, അതേ റൂട്ടിലൂടെ അവർക്ക് പോകാൻ സാധിക്കാതെയായി തുറമുഖത്തിന്റെ നിർമ്മാണം വന്നതുകൊണ്ട്. അപ്പൊ കുറച്ച് ചുറ്റിയൊക്കെ പോകേണ്ടതായിട്ടുള്ള ഒരു കാരണം ഉണ്ടായി. അപ്പോൾ മീൻ പിടിക്കാനായിട്ടൊക്കെ പോകുന്ന സമയത്ത് അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾക്ക് അത്രയും അധികം മണ്ണെണ്ണ അല്ലെങ്കിൽ അത്രയധികം ഊർജ്ജം അവരുടെ ബോട്ടിന് ആവശ്യമാണ് എന്നുള്ളത് പോലും നമ്മൾ കണക്കാക്കി അതിനൊക്കെയുള്ള നഷ്ടപരിഹാരം തുക നമ്മൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ ജീവനോപാധി നഷ്ടപരിഹാരം എന്നുള്ള നിലയിലാണ് നമ്മൾ ജനങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. അതെ, അങ്ങനത്തെ ഒരു സ്കീം. അപ്പോൾ അത് കൃത്യമായിട്ടും ഇപ്പോൾ ജില്ലാ കളക്ടറിൻ്റെ തന്നെ കീഴിൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരു അസസ്മെൻറ്റ് കമ്മിറ്റി രൂപീകരിച്ച് അവിടെ നിന്നും അവരത് പരിശോധിച്ച് വിസിലിന് ഞങ്ങൾക്കത് സമർപ്പിക്കുകയും ഞങ്ങളത് വീണ്ടും അത് എത്രയാണ് നൽകേണ്ടതെന്നുള്ള തുക സർക്കാരിൽ നൽകുകയും സർക്കാർ അവർക്ക് വിസിൽ വഴി നഷ്ടപരിഹാരം നൽകുകയും ചെയ്യും. അപ്പോൾ അതിനുള്ള വളരെ വ്യവസ്ഥാപിതമായിട്ടുള്ള ഒരു പ്രക്രിയ അതിനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൂടെ നമ്മൾ ഏകദേശം 3000 കുടുംബങ്ങൾക്ക് ഇത്തരത്തിൽ ജീവനോപാധി നഷ്ടപരിഹാരം നമ്മൾ നൽകി കഴിഞ്ഞു. അപ്പോൾ 120 കോടി രൂപയുടെ നഷ്ടപരിഹാര തുക നമ്മൾ അവിടെ വിഴിഞ്ഞം പ്രദേശത്തുള്ള കുടുംബങ്ങൾക്ക് നൽകി കഴിഞ്ഞു. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ കുറച്ച് ആളുകൾക്ക് ഈ പറഞ്ഞ നമുക്ക് ഭൂമി ഏറ്റെടുക്കേണ്ടി, അനുബന്ധ വികസനത്തിനായിട്ട് ഭൂമി ഏറ്റെടുക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്തരം ആളുകൾക്കും അതിൻ്റെ നിയമപ്രകാരമുള്ള നഷ്ടപരിഹാര തുകയും കുറച്ച് പേർക്ക് പകരം ഭൂമിയും വരെ നമ്മൾ നൽകിയിട്ടുണ്ട് വിഴിഞ്ഞത്ത്. അപ്പോൾ അതും ഒരു പുതിയ കാൽവയ്പ്പാണ് ശരിക്കും. അപ്പം നമ്മൾ അടുത്ത എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മളിപ്പം സസ്റ്റൈനബിലിറ്റി അല്ലെങ്കിൽ ഒരു ഗ്രീൻ പോർട്ട് എന്ന് പറയുന്ന കോൺസെപ്റ്റ്, അതിനോട് അനുബന്ധിച്ച് എന്താണ്, വാട്ട് ഈസ് ദ കൈൻഡ് ഓഫ് steps that you've taken for that sustainability or green port അങ്ങനത്തെ ഒരു കോൺസെപ്റ്റിലേക്ക് വേണ്ടിയിട്ട്? നമുക്ക് നേരത്തെ മാളവിക പറഞ്ഞായിരുന്നല്ലോ പല തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു, പ്രതിസന്ധികളുണ്ടായിരുന്നു. അപ്പോൾ ഈ പറഞ്ഞ സാമൂഹികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു, നിയമക്കുരുക്കുകൾ നമുക്കുണ്ടായിരുന്നു, ആർബിട്രേഷൻ ഉണ്ടായിരുന്നു, സാമ്പത്തികമായിട്ടുള്ള വെല്ലുവിളികൾ ഉണ്ടായിരുന്നു. അതിനോടൊപ്പം ഉണ്ടായിരുന്ന ഒരു വലിയ പ്രശ്നമാണ് പാരിസ്ഥിതികമായിട്ടുള്ള ചില ആശങ്കകൾ എന്നുള്ളത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ വളരെ കൃത്യമായിട്ടുള്ള പാരിസ്ഥിതിക പഠനങ്ങൾ നടത്തിക്കൊണ്ടാണ് ഓരോ ഘട്ടത്തിലും വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ നിർമ്മാണ പ്രവർത്തികൾ നടത്തിയിട്ടുള്ളത്. ഒപ്പം നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ അപ്പോയിൻ്റ് ചെയ്ത ഒരു സ്പെഷ്യൽ കമ്മിറ്റി ഉണ്ട് വിഴിഞ്ഞം തുറമുഖത്തിനായിട്ട് തന്നെ. അപ്പോൾ അവർ നിരന്തരം ഇത് നിരീക്ഷിച്ചുകൊണ്ടിരിക്കണം. നമ്മളവിടെ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ എല്ലാ മാസവും അവർക്ക് റിപ്പോർട്ട് നൽകുകയും വേണം. 6 മാസത്തിലൊരിക്കൽ ആ ഒരു വിദഗ്ധ സമിതി എന്നുള്ളത് ഇവിടെ വന്ന് നേരിട്ട് കണ്ട് പരിശോധിച്ച് ഈ ട്രൈബ്യൂണൽ, അതെ നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ ഇതിനായിട്ട് ഒരു പ്രത്യേക സമിതിയെ നിയോഗിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും അതിനോടൊപ്പം തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തികൾക്കും ഈ പറയുന്ന ശാസ്ത്രീയമായിട്ടുള്ള ഒരു അടിത്തറയുണ്ടെന്നും പാരിസ്ഥിതികമായിട്ട് യാതൊരു പ്രശ്നവും നമുക്ക് ഈ ഒരു നിർമ്മാണ പ്രവൃത്തി കാരണം ഉണ്ടാകുന്നില്ലെന്നും ഉറപ്പുവരുത്തിക്കൊണ്ടാണ് നമ്മൾ തുറമുഖത്തിൻ്റെ നിർമ്മാണ പ്രവൃത്തി പൂർണ്ണമായും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എൻവയോൺമെന്റൽ ഇമ്പാക്ട് ലീസ്റ്റ് ആക്കി വെക്കുക. അതെ തീർച്ചയായിട്ടും. അപ്പോൾ അതിനോടൊപ്പം തന്നെ ഇപ്പോൾ ഈ ചോദിച്ച സസ്റ്റൈനബിലിറ്റി എന്നുള്ളതിന്
യുനോ എൻവയൺമെന്റൽ കൺസർവേഷൻ എന്നുള്ളത് ഒരു കാര്യം, അതിനോടൊപ്പം ഗ്രീൻ ഷിപ്പിങ്ങിൻ്റെ ഒരു കാര്യം കൂടെ വളരെ ചോദിച്ചായിരുന്നു. സോ ദാറ്റ് ഈസ് ഡെഫിനറ്റ്ലി എ ഫ്യൂച്ചറിസ്റ്റിക് തിങ്കിങ്. അത് നമ്മളിപ്പോൾ ഈ പറയുന്ന ഗ്രീൻ ഷിപ്പിംഗ് കോഡ് എന്നുള്ളത് കേന്ദ്ര സർക്കാരുമായി ചർച്ച ചെയ്ത് കേന്ദ്ര സർക്കാരിൽ നിന്നും അങ്ങനെ ഒരു ആശയം വന്നിട്ടുണ്ട്. ഗ്രീൻ ഷിപ്പിംഗ് എന്നാണ് അതിനെ അതെ അതെ അതെ. അപ്പോൾ ഗ്രീൻ ഷിപ്പിംഗ് നമുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ വരുന്ന കപ്പലുകളെല്ലാം ഗ്രീൻ ഫ്യൂവൽസ് ഉപയോഗിക്കാൻ തയ്യാറാകണം എന്ന് വെച്ചാൽ അവർക്ക് അതിനുള്ള സാങ്കേതിക വിദ്യ ഉണ്ടാകണം. മനസ്സിലായി. അപ്പം നമ്മളിപ്പോൾ കാറിൽ പിന്നെ ഡീസലിന് പകരം അല്ലെങ്കിൽ പെട്രോളിന് പകരം LNG ഉപയോഗിക്കുന്നു എന്ന് പറയുന്നത് പോലെ ഇപ്പൊ കപ്പലിൽ ഉപയോഗിക്കുന്ന ഒരു ഫ്യൂവൽ ഉണ്ട്. അപ്പൊ ആ ഫ്യൂവല് നമ്മൾ നിറച്ചു കൊടുക്കുക എന്ന് പറയുന്നത് ബങ്കറിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ്. നമ്മളിപ്പോൾ ബങ്കറിങ്ങിനായിട്ട് IOCL-ഉമായിട്ട് ഒരു കരാർ വിസിൽ ഇപ്പോൾ ഒപ്പുവെച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നമുക്ക് നിലവിൽ കപ്പലുകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഊർജം എന്താണോ അത് നമുക്ക് നൽകുവാനുള്ള സംവിധാനം നമ്മൾ വിഴിഞ്ഞത്ത് തന്നെ ഒരുക്കും. അതും മറ്റൊരു വലിയൊരു നിക്ഷേപമാണ്, വലിയൊരു വളർച്ചയ്ക്കുള്ള ഒരു വഴിയാണ് ശരിക്കും. ഭാവിയിൽ ഈ വരുന്ന കപ്പലുകൾ ഗ്രീൻ ഹൈഡ്രജൻ, അമോണിയ തുടങ്ങിയ ഗ്രീൻ ഫ്യൂവൽസ് ഉപയോഗിക്കണം എന്നുള്ളതാണ് നമ്മളുടെയും ആഗ്രഹം. അപ്പോൾ അതിനായിട്ടുള്ള ഗ്രീൻ ഹൈഡ്രജൻ പ്ലാന്റ്സ് അല്ലെങ്കിൽ അമോണിയ പ്ലാന്റ്സ് നമ്മൾ നിർമ്മിക്കാനായിട്ടുള്ള ഒരു ആശയപരമായിട്ടുള്ള ചർച്ചകളിലാണ് നിലവിൽ. ഇപ്പോൾ പ്രാഥമിക ചർച്ചകൾ നമ്മൾ നടത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇപ്പോൾ ആരംഭിക്കുന്ന ഒരു തുറമുഖം എന്നുള്ള നിലയിൽ അതിനൊരു ഏർലി ബേർഡ് അഡ്വാൻറ്റേജ് നമുക്ക് നേടണം എന്നുള്ള ഒരു ആഗ്രഹം നമുക്കുണ്ട്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെ അടുത്ത കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഒരു പക്ഷേ ഇവിടെ വരുന്ന എല്ലാ കപ്പലുകളും ഈ പറയുന്ന ഗ്രീൻ ഫ്യൂവൽസ് ഉപയോഗിച്ചുകൊണ്ട് കൂടുതൽ പ്രകൃതി സൗഹാർദ്ദമായിട്ടുള്ള രീതിയിൽ ഈ സമുദ്രസഞ്ചാരം നടത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഐ ഓൾസോ ഹേർഡ് അബൌട്ട് ദിസ് എന്താ പറയുക ക്രൂസ് ലൈനർ ഡോക്കിംഗ് ഹാർബർ അങ്ങനത്തെ ഒരു കാര്യവും വിഴിഞ്ഞമിൽ വരുന്നു എന്നുള്ളത്. നമുക്കിപ്പോൾ ശരിക്കും ഒന്നാം ഘട്ട പ്രവൃത്തി എന്നുള്ളതിൽ 800 മീറ്ററാണ് നമ്മുടെ ബേർത്ത് ഉള്ളത് വിഴിഞ്ഞത്തിൻ്റെ. അപ്പോൾ 800 മീറ്റർ ബേർത്ത് എന്ന് പറയുമ്പോൾ ഈ വലിയ പടുകൂറ്റൻ കപ്പലുകൾ വിഴിഞ്ഞത്ത് വന്നത് നിങ്ങൾ കണ്ടു കാണും നമ്മുടെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ആയിട്ട്. അപ്പോൾ അത്തരത്തിലുള്ള വലിയ പടുകൂറ്റൻ കപ്പൽ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 400 മീറ്റർ നീളമാണ് ഒരു മദർ വെസൽ എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള കപ്പലുകൾ വരുമ്പോൾ ഇപ്പം നമുക്ക് 2 കപ്പലുകൾ സമാന്തരമായിട്ട് നമുക്ക് ആങ്കർ ചെയ്യാനും അതിന് സേവനങ്ങൾ നൽകാനുമായിട്ട് സാധിക്കും. അടുത്ത ഘട്ട വികസനം എന്നുള്ളത് യഥാർത്ഥത്തിൽ ഇത് ആരംഭത്തിൽ കരാർ ഒപ്പിട്ട സമയത്ത് 2045-ലായിരുന്നു ഈ നിർമ്മാണം സമ്പൂർണ്ണമാകേണ്ടിയിരുന്നത്. പക്ഷേ നിലവിലുള്ള നമ്മുടെ ഈ ഒരു സമുദ്ര വാണിജ്യ വ്യവസായ രംഗത്തെ അവസരങ്ങളെല്ലാം കണ്ടുകൊണ്ട് തന്നെ നമ്മൾ ഇവരുമായി പുതിയൊരു കരാറ് ഒപ്പിടുകയും ഒരു സപ്ലിമെൻ്ററി എഗ്രിമെൻ്റ് നമ്മൾ ഒപ്പിടുകയും ഇപ്പോൾ 2028 കൂടി നമുക്ക് തുറമുഖത്തിൻ്റെ സമ്പൂർണ്ണ വികസനം പൂർത്തീകരിക്കാനായിട്ടാകും. അപ്പോൾ ആ ഒരു ദ കപ്പാസിറ്റി ഓഗ്മെൻറ്റേഷൻ പ്രോസസ്സ് എന്ന് നമ്മൾ പറയുന്നത്, ആ ശേഷി വർദ്ധിപ്പിക്കൽ എന്നുള്ളതിൽ വരുന്ന ഒരു ഘടകമാണ് ഇപ്പോൾ പറഞ്ഞ ക്രൂസ് വെസൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കപ്പാസിറ്റി ഓഗ്മെൻറ്റേഷനിൽ ശരിക്കും നമ്മൾ ഇപ്പോൾ 800 മീറ്റർ ആയിട്ടുള്ള ബേർത്ത് ലെങ്ത്ത് ഇനി 1200 മീറ്റർ കൂടെ അതിൽ കൂട്ടിച്ചേർക്കും. അപ്പോൾ മൊത്തം നമുക്ക് 2 കിലോമീറ്റർ ബേർത്ത് ലെങ്ത്ത് വരും. അപ്പോൾ 5 കപ്പലുകൾക്ക് ഒരുമിച്ച് നങ്കുരമിടാനായിട്ട് സാധിക്കും. ഒപ്പം നമ്മുടെ ഈ ഒരു വലിയൊരു പുലിമുട്ട് കാണാൻ നല്ല രസമാണ്, ഫോട്ടോസിൽ നമ്മൾ കണ്ടു കാണും. അപ്പോൾ വലിയൊരു ബ്രേക്ക് വാട്ടർ കടലിൻ്റെ ഉള്ളിലേക്ക് എങ്ങനെ പോകുന്ന ബ്രേക്ക് വാട്ടർ കാണുന്നുണ്ടല്ലോ. അപ്പോൾ നിലവിൽ അതുള്ളതിൻ്റെയോടൊപ്പം ഏകദേശം 1 കിലോമീറ്റർ കൂടി ബ്രേക്ക് വാട്ടറും വരും. സോ ദാറ്റ് വിൽ ഓൾസോ ബി അറൌണ്ട് 4 കിലോമീറ്റേഴ്സ് ഇൻ ലെങ്ത്. അപ്പോൾ അത് രണ്ടും വന്നു കഴിയുമ്പോൾ അതിന് ആവശ്യമായിട്ടുള്ള അത്രയും അധികം ക്രെയിനുകൾ വരും. ഇപ്പോഴുള്ള 8 ക്രെയിനുകൾക്ക് കൂടുതൽ ഒരു 12 എണ്ണം കൂടി വരും. അതുപോലെ യാർഡ് ക്രെയിൻസും കൂടി അതെ യാർഡ് ക്രെയിൻസും അതുപോലെ തന്നെ ഒരു 18 എണ്ണം കൂടി വരും. അതിനാവശ്യമായിട്ടുള്ള ട്രക്കുകളും മറ്റെല്ലാ സൗകര്യങ്ങളും അതിനനുബന്ധമായിട്ട് കൂടുതൽ ഉണ്ടാകും. അപ്പം ഈ പറയുന്ന ബേർത്ത് ലെങ്ത്തും ഇപ്പോൾ നമുക്കുള്ള ക്രെയിനുകളും എല്ലാം ശരിക്കും ഈ കണ്ടെയ്നർ ഓപ്പറേഷൻസ് മാത്രം ചെയ്യാനുള്ള ഒരു സാധ്യതയാണ് നമുക്കുള്ളത്. അതായത് ഇപ്പം നിങ്ങൾ കാണുന്ന കപ്പലുകൾ കാർഗോ കണ്ടെയ്നേഴ്സ് വരുന്നത് കാണുന്നുണ്ട്. ഈ ബേർത്തിൽ നമുക്ക് ഈ പറയുന്ന ക്രൂസ് വെസൽ വന്ന് നങ്കുരമിടാൻ സാധിക്കില്ല. അതിന് മറ്റൊരു തരത്തിലുള്ള ബേർത്താണ് ആവശ്യം നിർമ്മാണത്തിൽ. അപ്പോൾ നമുക്കിപ്പോൾ ഫ്യൂവൽ വരണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ബൾക്ക് കാർഗോ വരണം, ഇപ്പോൾ പെട്രോളിയം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഫോസിൽ ഫ്യൂവൽസ് ലിക്വിഡ് കാർഗോ വരണം എന്നുണ്ടെങ്കിൽ, പിന്നെ ബൾക്ക് കാർഗോ ഇപ്പം കൽക്കരി കൊണ്ടുവരുന്ന വലിയ കപ്പലുകളുണ്ട്, ഓപ്പൺ ആയിട്ട് കൽക്കരി കൊണ്ടുവരും, അത്തരത്തിൽ ബൾക്ക് കാർഗോ വരണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ക്രൂസ് വെസൽസ് വരണം, അതിനൊക്കെ വേറൊരു തരം ബേർത്താണ് നമ്മൾ നിർമ്മിക്കേണ്ടത്. അതിനായിട്ട്
നമ്മൾ ഈ പറയുന്ന ബ്രേക്ക് വാട്ടറിൻ്റെ മുകളിൽ തന്നെ 2 മൾട്ടിപർപ്പസ് ബെർത്തും ഒരു ലിക്വിഡ് കാർഗോ ബെർത്തും നമ്മൾ ഇപ്പോൾ അടുത്ത ഘട്ടത്തിൽ നിർമ്മിക്കുന്നുണ്ട്. So this is in addition to the 3 vessels that നമുക്ക് ആങ്കർ ചെയ്യാൻ പറ്റുന്നതിനല്ലാണ്ട്. അതെ 5 വെസൽസ് നമുക്ക് ഭാവിയിൽ ആങ്കർ ചെയ്യാൻ പറ്റും 2 കിലോമീറ്റർ ബെർത്ത് വരുമ്പോൾ. അത് കൂടാതെ നമ്മൾ ഈ ഇപ്പോഴുള്ള പുലിമുട്ടിൻ്റെ മുകളിലായിരിക്കും ഈ പറയുന്ന മൾട്ടിപർപ്പസ് ബെർത്തും നമ്മുടെ ക്രൂസ് വെസലിൻ്റെ ബെർത്തും ഒക്കെ വരാൻ പോകുന്നത്. അപ്പോൾ അവിടെ നമ്മളിപ്പോൾ എയർപോർട്ടിലെ ഒരു ടാർമാക്ക് പോലെ തന്നെ ഈ ബ്രേക്ക് വാട്ടറിൻ്റെ ഈ പുലിമുട്ടിൻ്റെ മുകളിലായിരിക്കും നമ്മുടെ ക്രൂസ് വെസലിൻ്റെ ബർത്ത് വരിക. അപ്പോൾ അവിടെ വന്ന് ഇറങ്ങിയതിന് ശേഷം നമ്മളിപ്പോൾ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം അവരുടെ ഒരു ബസ്സിൽ കയറി നമ്മൾ എയർപോർട്ടിൽ വരുന്നത് പോലെ ഒരു ഷട്ടിൽ സർവീസ് പോലെ വെച്ച് നമ്മൾ പുറത്തേക്ക് ഇറക്കും. അപ്പോൾ അങ്ങനെയാണ് നമ്മളിപ്പോൾ ക്രൂസ് വെസലിൻ്റെ ആ ഒരു പോയിന്റ് നമ്മളിപ്പം വികസനത്തിനെ പറ്റിയും ഇതിന്റെ കംപ്ലീഷനെ പറ്റിയും ഒക്കെ പറഞ്ഞു. അപ്പൊ ഇത് ഈ പോർട്ട് സീ പോർട്ട് കംപ്ലീറ്റ്ലി ഡൺ ആവുമ്പോൾ ഇതിന്റെ ഫൈനൽ സ്റ്റേജ് ആകുമ്പോഴത്തേക്കും വാട്ട് ഈസ് എ കൈൻഡ് ഓഫ് എംപ്ലോയ്മെന്റ് ദാറ്റ് ദി ഗവൺമെന്റ് ഇസ് ഹോപ്പിംഗ് ടു promise for us, like for all of us, and also is there any particular സ്കിൽ ഡെവലപ്മെൻറ്റ് അത് എന്താ പറയുക യൂത്തിനെ ട്രെയിൻ ചെയ്യാനോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും പ്രോഗ്രാംസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സർക്കാർ ചെയ്യുന്നുണ്ടോ? അതിനെപ്പറ്റി എനിക്ക് ദാറ്റ്സ് ഓൾറെഡി ഹാപ്പനിങ്. അതായത് നമുക്ക് ഡയറക്റ്റ് ജോബ്സ് എന്നുള്ളത് ഏത് സെക്ടറിലായാലും നമുക്ക് ഇപ്പം ഈ ഒരു സൗകര്യം വന്നതിനാൽ ഡയറക്റ്റ് ജോബ്സ് എന്നുള്ളത് കുറച്ചുണ്ട്. അത് പോർട്ടിനകത്ത് ഇപ്പോൾ ജോലി ചെയ്യുന്ന ആളുകൾ, അതല്ലാതെ ഇൻഡയറക്റ്റ് ജോബ്സ് ഉണ്ടാകും. അതിനോടൊപ്പം ഈ പറയുന്ന സ്കിൽ ഡെവലപ്മെൻറ്റിനുള്ള സാധ്യതകൾ ഉണ്ടാകും. അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യമേ ആരംഭിച്ചത് സ്കിൽ ഡെവലപ്മെൻറ്റ് കോഴ്സസ് ആയിരുന്നു. ശരിക്കും പോർട്ട് നമ്മൾ ഉദ്ഘാടനം ചെയ്യുന്നതിന് മുമ്പേ എസാപ്പും വിസിലും ഇവരുടെ നമ്മുടെ കൺസെഷനെയറിൻ്റെ ഗ്രൂപ്പും കൂടെ ചേർന്ന്, അദാനി ഗ്രൂപ്പും കൂടെ ചേർന്ന് നമ്മൾ അവിടെ വിഴിഞ്ഞത്ത് തന്നെ ഒരു കമ്മ്യൂണിറ്റി സ്കിൽ പാർക്ക് നമ്മൾ ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ തന്നെ അവിടെ നമ്മൾ കോഴ്സുകൾ ആരംഭിക്കുകയും ചെയ്തിരുന്നു. അതെ. അപ്പോൾ നമ്മുടെ അവിടുത്തെ കമ്മ്യൂണിറ്റി സ്കിൽ പാർക്ക് എന്ന് പറയുന്നത് ഇപ്പോൾ ഏകദേശം 500 ഉദ്യോഗാർത്ഥികൾ അവിടുത്തെ കോഴ്സുകൾ പൂർത്തീകരിച്ച് പുറത്തിറങ്ങിക്കഴിഞ്ഞു. അവിടെ പഠിച്ച കുറേ പേർ ഇപ്പം നമുക്ക് വിഴിഞ്ഞം തുറമുഖത്തിൽ ജോലി ചെയ്യുന്നുമുണ്ട്. അപ്പോൾ അവിടെ പഠിച്ചിറങ്ങുന്ന എല്ലാവർക്കും നമുക്ക് നമ്മുടെ തുറമുഖത്തിൽ തന്നെ ജോലി കൊടുക്കാൻ പറ്റില്ല സ്വാഭാവികമായിട്ടും. പക്ഷേ അവിടെ പഠിക്കാൻ നമ്മൾ ഇപ്പോൾ പ്രാദേശികമായിട്ടുള്ള യുവതയ്ക്ക് കൂടുതൽ പരിഗണന നൽകുകയും ഒരു കൺസെഷൻ റേറ്റിലാണ് അവിടെ പഠിപ്പിക്കാൻ എടുക്കുകയും ചെയ്യുന്നത്. അതിനോടൊപ്പം അവിടെ നമ്മൾ നൽകുന്ന കോഴ്സുകൾ എന്നുള്ളത് നിലവിൽ നമ്മൾ മാരിടൈം സെക്ടറുമായിട്ട് ബന്ധപ്പെട്ടതും കുറച്ചല്ലാത്ത സാധാരണ ഇപ്പം പോർട്ടാണെങ്കിലും നമുക്ക് ഹോസ്പിറ്റാലിറ്റി എന്ന് പറയുന്നത് വേണം, അത്തരത്തിലുള്ള കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ അനുബന്ധമായിട്ടുള്ള കോഴ്സുകളും എല്ലാത്തിനും നമ്മൾ നൈപുണ്യ വികസനം അവിടെ നൽകുന്നുണ്ട്. അപ്പോൾ അവിടെ വളരെ മികവാർന്ന രീതിയിലുള്ള കോഴ്സുകളാണ് നമ്മളിപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ വിഴിഞ്ഞത്തൊന്നല്ല, മാരിടൈം സെക്ടറിലെ മറ്റേത് തുറമുഖത്തിൽ പോയാലും നമ്മുടെ കേന്ദ്രത്തിൽ നിന്നും പഠിച്ചിറങ്ങിയ കുട്ടികൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു മികവ് കാണിക്കണം എന്നുള്ളത് ലക്ഷ്യമാക്കിയാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ നിലവിൽ നല്ല രീതിയിൽ അവിടെ കോഴ്സുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതിനെക്കുറിച്ച് പറയുമ്പോഴേ എനിക്ക് ഏറ്റവും അധികം വ്യക്തിപരമായി എനിക്ക് ഏറ്റവും അധികം നേരത്തെ ഇപ്പോൾ മാളവിക രോമാഞ്ചം വന്നു എന്ന് പറഞ്ഞ പോലത്തെ ഒരു നിമിഷം എനിക്ക് രോമാഞ്ചം വരുന്നത് എപ്പോഴും അവിടെ പോർട്ടിൽ പോകുമ്പോൾ നമ്മൾ ഈ പറഞ്ഞില്ലേ വലിയ പടുകൂറ്റൻ ക്രെയിനുകൾ ഉണ്ടെന്ന്. പക്ഷെ ഈ ക്രെയിനുകളുടെ ഒക്കെ മുകളിൽ നോക്കിയാൽ അതിൻ്റെ മുകളിൽ ആരും ഇല്ല. ഒരു ഡ്രൈവർ ക്യാബിൻ പോലും ഒരു ഓപ്പറേറ്റർ ക്യാബിൻ പോലും ആ ക്രെയിനിന്റെ മുകളിൽ കാണില്ല. മനസ്സിലായി. സാധാരണഗതിയിൽ എല്ലാ ക്രെയിനിന്റെ മണ്ടയിൽ ഒരു ചെറിയൊരു ക്യാബിൻ കാണും. മോന്റെ കളിപ്പാട്ടം ക്രെയിൻ കളിപ്പാട്ടം വാങ്ങുമ്പോൾ അതിന്റെ ഒക്കെ മേളിൽ ഒരു കുഞ്ഞു സാധനം കാണുമല്ലോ. അതെ. അപ്പൊ ആ ക്യാബിനും ആ സ്റ്റിക് ഫിഗറും ഇല്ലാത്ത ക്രെയിൻസ് ആണ് നമ്മുടെ വിഴിഞ്ഞം തുറമുഖത്തുള്ളത്. കാരണം ഇവര് ഈ ക്രെയിൻസ് എല്ലാം തന്നെ ഓട്ടോമേറ്റഡും സെമി ഓട്ടോമേറ്റഡും ആയിട്ടുള്ള ക്രെയിൻസ് ആണ്. അപ്പോൾ ഇതെല്ലാം ഓപ്പറേറ്റ് ചെയ്യുന്നത് നമ്മുടെ പോർട്ട് ഓപ്പറേഷൻസ് ബിൽഡിങ്ങിൽ തന്നെ ഇരുന്നു കൊണ്ട് ശരിക്കും നമ്മൾ ഈ വീഡിയോ ഗെയിമൊക്കെ കളിക്കുന്ന പോലെ ഫ്രണ്ടിലൊരു ജോയ്സ്റ്റിക്ക് വെച്ചിട്ട് അതിൻ്റെ ഒരു ലാഘവത്തോടുകൂടി, ലാഘവം എന്ന് ഞാൻ പറഞ്ഞാൽ അതീവ സമ്മർദ്ദത്തിൽ നമ്മളത് ചെയ്യുമ്പോൾ നമുക്ക് തോന്നുന്നത്. പക്ഷെ ശരിക്കും ഒരു നമ്മൾ വീഡിയോ ഗെയിം കളിക്കുന്ന പോലത്തെ ഒരു ജോയ്സ്റ്റിക്ക് വെച്ചിട്ടാണ് അവർ ഈ ക്രെയിൻസ് മൊത്തം അവിടെ ഇരുന്ന് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പം ഈ ക്രെയിൻ ഓപ്പറേറ്റേഴ്സിൽ ഇന്ന് നമുക്ക് വിഴിഞ്ഞം തുറമുഖത്തിൽ 9 വനിതകളുണ്ട്. അത് ഇന്ത്യയിൽ ആദ്യമായിട്ടാണ്
വനിതാ ക്രെയിൻ ഓപ്പറേറ്റേഴ്സ്. അതെ. സോ ദാറ്റ്സ് സംതിങ് ദാറ്റ് ഐ ആം എക്സ്ട്രീംലി പ്രൗഡ് ഓഫ്. ഈ മെട്രോന്റെ കഥ പറഞ്ഞ പോലെയുണ്ടല്ലോ. മെട്രോ വി വർ ടോക്കിംഗ് ടു ബെഹ്റ സർ. അപ്പം ഇതുപോലത്തെ ഒരു സ്റ്റോറി ഈവൻ ഹി ഹാഡ് ടു സേ അബൌട്ട് മെനി women working there. Oh, this is അപ്പോൾ ഈ ഒരു മേഖലയിൽ വനിതകളെ കൊണ്ടുവരിക എന്ന് പറയുന്നത് ഐ തിങ്ക് ഇറ്റ്സ് എ ഹ്യൂജ് സ്റ്റെപ്പ് ഇൻ ദ റൈറ്റ് ഡിറക്ഷൻ. കാരണം ഇത് കേരളത്തിൽ നിന്ന് മാത്രമല്ല, ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല, ലോകത്തിൽ തന്നെ വനിതകൾ ഈ മേഖലയിൽ, മാരിടൈം മേഖലയിൽ വളരെ കുറവാണ് ഇപ്പോഴും. അത് എന്തുകൊണ്ടാന്ന് എനിക്കറിയില്ല, പക്ഷെ പല മേഖലകളും അങ്ങനെയാണ്. അതുപോലത്തെ ഒരു മേഖലയാണ് മാരിടൈം സെക്ടർ. ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഭയങ്കര ഒരു ടെക്നിക്കൽ ഒരു അങ്ങനത്തെ ഒരു രീതിയിലല്ലേ നമ്മൾ കാണുന്നത്. സോ ഈ 9 കുട്ടികൾ അവിടെ ഉള്ളവർ എല്ലാവരും നമ്മുടെ സ്കില്ലിംഗ് സെന്ററിൽ നിന്നും പഠിച്ചിറങ്ങിയവരാണ്. എന്ന് മാത്രമല്ല അതിൽ 7 പേർ വിഴിഞ്ഞത്തെ കുടുംബങ്ങളിൽ നിന്നുള്ളവരാണ്. അപ്പോൾ പരമ്പരാഗത മത്സ്യബന്ധന കുടുംബങ്ങളിൽ നിന്നൊക്കെയുള്ള കുട്ടികളാണ്. അതിൽ 7 പേര് അവിടെ ഇരുന്ന് ആ ക്രെയിനുകൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ രോമാഞ്ചം വന്ന ആകെ പ്രശ്നം. എനിക്കിപ്പോ ഇത് 4ാമത്തെ രോമാഞ്ചം. ഞങ്ങളുടെ ഒരിക്കൽ ഇപ്പം EUവിൽ നിന്ന്, യൂറോപ്യൻ യൂണിയനിൽ നിന്നും ഒരു ഡെലിഗേഷൻ നമ്മുടെ തുറമുഖം കാണാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ 17 രാജ്യങ്ങളിലുള്ള അംബാസഡർമാരും മന്ത്രിമാരും ഒക്കെ ചേർന്നാണ് വന്നത്. അപ്പോൾ അവരുടെ സാധാരണഗതിയിൽ നമുക്ക് ഇവരൊക്കെ കാണുമ്പോൾ ഇപ്പോഴും നമ്മുടെ ഒരു ചെറിയൊരു കൊളോണിയൽ മൈൻഡ് സെറ്റ് എവിടെ നമ്മുടെ ഉള്ളിൽ കിടപ്പുണ്ടല്ലോ. അപ്പൊ നമ്മൾ വിചാരിക്കുക അവരുടെയൊക്കെ നമ്മുടെ സംവിധാനങ്ങളെക്കാളും ഒക്കെ ഭയങ്കര കേമമായിരിക്കും എന്നാണല്ലോ നമ്മൾ പൊതുവെ വിചാരിക്കുക. അപ്പൊ അവര് ഇവിടെ വന്ന് നമ്മുടെ തുറമുഖം എല്ലാം കണ്ട്, നമ്മുടെ ഓപ്പറേഷൻസ് എല്ലാം കണ്ടതിന് ശേഷം എന്നോട് പറഞ്ഞത്, ഇതുപോലെ ഞങ്ങളുടെ രാജ്യത്തെ തുറമുഖങ്ങൾ ഞങ്ങൾക്ക് വളർത്തിയെടുക്കണം എന്നായിരുന്നു. ആൻഡ് the thing that they were completely astonished about was the fact that there were so many women in the port. ഈ പറഞ്ഞ ഒന്ന് ഒരു വനിത പിന്നെ ആണ് നയിക്കുന്നത് എന്നുള്ളത്, 2 ഇത്രയും അധികം വനിതകൾ അവിടെ ഈ പറഞ്ഞ ക്രെയിൻ ഓപ്പറേറ്റേഴ്സ് പോലുള്ള അത്രയും സാങ്കേതിക മികവാർന്ന പല സീറ്റുകളിലും ഇരിക്കുന്നവർ വനിതകളാണ് എന്നൊക്കെയുള്ളത് അവരും വളരെയധികം എന്താ പറയുക ഒരു ആശ്ചര്യത്തോടു കൂടിയാണ് നോക്കിയത്. That's when I actually learned that presence of women in maritime sector across the globe. ഇനിയും ഒരുപാട് നമുക്ക് ചെയ്യാൻ സാധ്യതയുള്ളൊരു മേഖലയാണ്, പക്ഷെ നമ്മൾ ഇതുവരെ പ്രവേശിച്ചിട്ടില്ലാത്തൊരു മേഖലയാണ് എന്നുള്ളത്. അപ്പോൾ അതൊരു എനിക്കൊരു വലിയ തിരിച്ചറിവ് കൂടിയായിരുന്നു. ഡോക്ടർ, മദർ, അഡ്മിനിസ്ട്രേറ്റർ, one thing I would really like to know is how do you manage your time? ഞാൻ അതിനെക്കുറിച്ച് അധികം അങ്ങനെ വറീഡ് ആകാറില്ല. അതാണ് അതിൻ്റെ യഥാർത്ഥ രഹസ്യം എന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമ്മൾ എപ്പോഴും നമുക്ക് സമയമുണ്ടോ സമയമില്ലയോ എന്നൊക്കെയുള്ളതിനെ കുറിച്ച് ചിന്തിച്ച് ഒരു കാര്യം ചെയ്യാൻ തുടങ്ങുകയാണെങ്കിൽ നമുക്ക് ആ ലക്ഷ്യത്തിൽ നിന്നും ഈ പറയുന്ന പരിമിതിയിലേക്ക് നമ്മുടെ ശ്രദ്ധ എപ്പോഴും മാറും. നമ്മൾ സമയത്തെ ഒരു സാധ്യതയായിട്ട് കണ്ടുകൊണ്ട് അങ്ങ് തുടങ്ങിയാൽ ഈ സമയം അത്രയും വലിയ പ്രയാസമൊന്നും നമുക്ക് ഉണ്ടാക്കാറില്ല. നമ്മുടെ സ്റ്റാർട്ടിങ് പോയിന്റ് എന്ന് പറയുന്നത് എപ്പോഴും വിൽ ഐ ഹാവ് ടൈം ഫോർ ദിസ് എന്നുള്ളതായിരുന്നു സാധാരണഗതിയിൽ ആളുകൾ ചിന്തിക്കുക. അതൊന്ന് മാറ്റി പിടിച്ചാൽ മതി എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമുക്ക് എല്ലാവർക്കും സമമായി ഭവിക്കുന്നതാണല്ലോ സമയം. പറയുന്ന പോലെ ഇന്ത്യൻ പ്രധാനമന്ത്രി മുതൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി മുതൽ നമ്മൾ വരെയുള്ള എല്ലാവർക്കും ഒരേപോലെയാണ് സമയം നമ്മളെ ട്രീറ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ സമയത്തെ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ പ്രശ്നം. അത് പ്രശ്നമാക്കാതിരിക്കുക എന്നുള്ളത് മാത്രമാണ്. അല്ല, സത്യം പറയാം, ഞാനങ്ങനെ ഒരു കാലത്തും, ഞാനിപ്പോൾ ചെറുപ്പകാലം മുതൽ തന്നെ, ഞാനിത് ഉണ്ടാക്കിയെടുത്തൊരു ഫോർമുലയൊന്നുമല്ല, ഞാൻ സ്വയം കണ്ടുപിടിച്ചെടുത്തൊരു ഫോർമുലയൊന്നുമല്ല, പക്ഷേ ചെറുപ്പകാലം മുതൽ തന്നെ എനിക്കിപ്പോൾ പഠിക്കണം എന്നുള്ളപ്പോൾ ഞാൻ വീട്ടിൽ വന്ന് പഠിക്കാൻ തുടങ്ങുമ്പോൾ പലരും ഞാൻ കണ്ടിട്ടുണ്ട് 6:30 മുതൽ 7 മണി വരെ ഇന്നത് പഠിക്കണം, 7 തൊട്ട് 8 വരെ ഇന്നത് പഠിക്കണം എന്നൊക്കെ ടൈം ടേബിൾ ഉണ്ടാക്കിയിരുന്നു പഠിക്കണം. അപ്പം എനിക്കെപ്പോഴും ഇന്നത്തെ ദിവസം ഞാൻ ഹിസ്റ്ററിയിൽ ഇന്ന ചാപ്റ്റേഴ്സ് പഠിക്കണം എന്നാൽ ഞാൻ അതിൽ എഴുതി വെക്കാറുള്ളൂ. സമയം അവിടെ എനിക്കൊരു
ഒരു ചട്ടക്കൂടല്ല. സോ എൻ്റെ ലക്ഷ്യം എന്താണെന്നുള്ളത് മാത്രമാണ് അവിടെ എനിക്ക് പ്രധാനം. more goal oriented than time oriented. Absolutely. അങ്ങനെ ചെയ്യുമ്പോൾ ചില ദിവസം ഞാൻ ഈ പറയുന്ന ഹിസ്റ്ററിയിൽ 3 ചാപ്റ്റർ വായിച്ച് തീരുമ്പോൾ രാത്രി 9 ആവുമായിരിക്കും, ചില ദിവസം രാത്രി 12 ആവുമായിരിക്കും. പക്ഷെ 2 ദിവസവും എനിക്ക് പെർഫെക്റ്റ്ലി ഫൈൻ ആണ്. I don't look at time as a villain, and I've never looked at it as a villain, because എനിക്കൊരു കാര്യം, എനിക്കത് പഠിക്കണം എന്നുണ്ടെങ്കിൽ എത്ര സമയം എടുത്താലും ഞാനത് പഠിക്കും. അയ്യോ എനിക്ക് സമയമില്ല പഠിക്കാന്ന് ചിന്തിച്ചാലും നമുക്ക് എത്ര സമയം ഉണ്ടെങ്കിലും നമ്മളത് പഠിക്കത്തില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോഴും അതുപോലെ തന്നെയാണ് ജീവിതം ഞാൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും ഞാനിപ്പോൾ ഈ പറയുന്ന അത്രയധികം കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോയെന്നൊന്നും എനിക്കറിയില്ല. ടൈം മാനേജ്മെന്റ് എന്നുള്ള ഒരു ജാർഗൺ എന്നോട് ചോദിച്ചാൽ ഞാൻ പറയുക അതിനെ മാനേജ് ചെയ്യാതിരിക്കുക, അതിന്റെ വഴിക്ക് വിടുക, നിങ്ങൾ നിങ്ങളുടെ കാര്യം ചെയ്യുക, അത്രേ ഉള്ളൂ. അതാണ് ഏറ്റവും എളുപ്പം. വേറൊരു നമ്മൾ ഭയങ്കര ടെക്നിക്കലും ഭയങ്കര ജോബ് ഓറിയന്റഡുമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സോ ഐ വാണ്ടഡ് ടു കം ഇൻ ടു ലൈറ്റർ സ്പേസ്. അപ്പൊ അതാ ഞാൻ അങ്ങനെ ഒരു കാര്യം ചോദിച്ചത്. ഇനി കുറച്ചുകൂടെ ലൈറ്റർ സ്പേസിലാണെങ്കിൽ, സോ യു ആർ ഹാൻഡ്ലിങ് എൻ അഡ്മിനിസ്ട്രേറ്റീവ് പൊസിഷൻ ഇൻ എന്താ പറയുക LDF ഗവൺമെന്റ് ഭരിക്കുന്ന ഒരു പൊസിഷനിലിരിക്കുന്നു. Your husband is a young dynamic politician in the opposition. അപ്പം നിങ്ങൾ തമ്മിലുള്ള അഭിപ്രായങ്ങളുടെ ഇക്വേഷൻ എങ്ങനെയാണ്? ബിക്കോസ് അത് സാധാരണ ഒരു എന്താ പറയുക, 2 പേർക്ക് അല്ലെങ്കിൽ ഒരു ഭാര്യയ്ക്കും ഭർത്താവിനും ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഉണ്ടാവുന്നത് ഇസ് യൂഷ്വൽ, ഇറ്റ്സ് വെരി നോർമൽ. ബട്ട് ബിക്കോസ് യു ബോത്ത് ഹാൻഡിൽ സച്ച് bigger profiles, how do you manage that? I think that is the key to it. ഈ പ്രൊഫൈല് കാരണം കൂടുതൽ വിസിബിലിറ്റി ഉണ്ടാവുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ അവിടെ വ്യത്യാസം. അല്ലെങ്കിൽ ഏതൊരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ളത് പോലെയുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഞങ്ങൾ തമ്മിലും ഉള്ളൂ ശരിക്കും. പിന്നെ ഇതിപ്പോൾ ഞങ്ങൾ വിവാഹം കഴിക്കുന്ന സമയത്ത് തന്നെ ഞാൻ IAS ഉദ്യോഗസ്ഥയും അദ്ദേഹം MLA യും ആയിരുന്നു. അപ്പോൾ ഇത് വിവാഹം കഴിഞ്ഞതിന് ശേഷം വന്ന ഒരു പ്രതിസന്ധി അല്ല. ഞങ്ങൾക്ക് ആരംഭം മുതലേ ഇതിൻ്റേതായിട്ടുള്ള എന്താ പറയുക സാധ്യതകൾ എന്താണ്, അല്ലെങ്കിൽ ഇതിൻ്റെ ഏതൊക്കെ തരത്തിൽ ഒരു പക്ഷേ ഇത് മിസ്ഇൻറ്റർപ്രറ്റ് ചെയ്യപ്പെടാം എന്നൊക്കെ ഉള്ളതിനെ കുറിച്ചൊരു ബോധ്യം ഉണ്ടായിരുന്നു ആരംഭം മുതൽ തന്നെ. സോ ഇറ്റ് ഡിഡ്ന്റ് കം ആസ് എ സർപ്രൈസ് ടു അസ്, ദോ ഇറ്റ് മൈറ്റ് ബി എ സർപ്രൈസ് ടു ദ റെസ്റ്റ് ഓഫ് ദ വേൾഡ്. അതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഉദ്യോഗമാണ് എൻ്റെ രാഷ്ട്രീയം എന്നുള്ളത്, അത്രേ ഉള്ളൂ. അപ്പോൾ and I've always been like that, and he knows that, and of course I know, and all of you know what his politics is. അപ്പോൾ അതിൽ ഞങ്ങൾ തമ്മിൽ അങ്ങനെ പ്രത്യേകിച്ച് ഒരു എന്താ പറയുക ഒരു വിശകലനം നൽകേണ്ടതിൻ്റെ ഒരാവശ്യം ഉണ്ടാവാറില്ല. എനിക്ക് പറഞ്ഞ പോലെ പുറത്തുനിന്ന് നോക്കുമ്പോൾ ചിലപ്പം അതെന്തുകൊണ്ടാണ് അങ്ങനെ എന്നുള്ള ഒരു ചിന്താഗതി പലർക്കും ഉണ്ടാവാറുണ്ട്. അതിലും എനിക്ക് തോന്നുന്നു ഈ പറയുന്ന സ്ത്രീ പുരുഷ ഭൂമികകൾ എന്നുള്ളത് നമ്മുടെയൊക്കെ മനസ്സിൽ വളരെ ആഴത്തിൽ പതിഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പം ഞാൻ പൊളിറ്റീഷ്യനും പിന്നെ എൻ്റെ ഭർത്താവ് ഉദ്യോഗസ്ഥനുമായിരുന്നു എന്നുണ്ടായിരുന്നെങ്കിൽ ഇതേപോലത്തെ ഒരു കാഴ്ചപ്പാടായിരിക്കുമോ സമൂഹത്തിന് ഉണ്ടാവുക എന്ന് എനിക്കറിയില്ല. I thought about the same thing when I was preparing that question in my head. Sometimes when I ask questions, there is a gap. That is me processing how I should arrange the words so that it doesn't come across wrong to the person who is hearing it. അപ്പം അതൊരു വളരെ ഡെലിക്കേറ്റ് ടോപ്പിക് ആണെന്ന് എനിക്ക് തോന്നിയതുകൊണ്ടാണ് ഞാൻ അത് അത്രയും ഡെലിക്കേറ്റ് ആയിട്ട് ചോദിച്ചത്. We have an example already, our Union Minister Nirmala Sitharaman ji and her husband, they have very different viewpoints politically regarding governance, regarding administration, regarding finances, and I don't think they get treated the same way we get. So when the roles reverse, the wife and husband, when the roles reverse, I think society also looks at it in a different way. But we are getting there slowly. Our initial shock കഴിഞ്ഞിട്ട് I think people are more accepting of the person that I am now. They can see me as an individual beyond being somebody's wife. So ഒരു
അത് പതുക്കെ വരും. Another thing I've been very curious about you is ഞാൻ പല വേദികളിലും I've heard you speak. അപ്പം ഒരു പ്രത്യേക ലാഘവത്തോട് ഒരു you speak very eloquently. Where did that come from? Were you like that from a very young age, or did that happen over years and as your career progressed? Because എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് വളരെ എന്താ പറയുക, വളരെ ലാഘവത്തോടു കൂടി വളരെ വളരെ രസകരമായിട്ട് you put across your point, and I've always appreciated listening to you. Thank you. How did that come about? എനിക്ക് കുട്ടിക്കാലം മുതലേ താല്പര്യമായിരുന്നു പ്രസംഗങ്ങൾ. സ്കൂളിലൊക്കെ എഴുതാനും പ്രസംഗിക്കാനും പറയുന്ന പോലെ എല്ലാത്തിലും കയറുമായിരുന്നു. പാട്ട് പാടാനായാലും ഡാൻസ് കളിക്കാനായാലും എല്ലാത്തിലും നമ്മൾ ചാടിക്കയറുന്ന കൂട്ടത്തിലായിരുന്നു. അപ്പോൾ but I think a turning point was when I was in class 10. I won the state first in English elocution. അപ്പോൾ 10th ക്ലാസ്സിലെ സാധാരണ യുവജനോത്സവങ്ങളിൽ പോകണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകൾ നമ്മളെ ഒന്ന് കുറച്ച് പുറകിലേക്ക് പിടിച്ചു വലിക്കുന്ന ഒരു സമയമാണ്, പഠിത്തം ബാധിക്കും എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ അക്കുറി വളരെ സങ്കീർണമായിട്ടുള്ള തയ്യാറെടുപ്പുകൾ വേണ്ടാത്തൊരു കാര്യമാണല്ലോ പ്രസംഗം എന്ന് പറയുന്നത്. ഞാൻ പ്രസംഗത്തിന് എന്തായാലും പോയിരിക്കും എന്ന് പറഞ്ഞിട്ട് പോയി. പക്ഷെ ആ സമയത്ത് കൂടുതൽ ഇംഗ്ലീഷ് ഭാഷയായിരുന്നു കൈകാര്യം ചെയ്യാൻ എനിക്ക് കുറച്ചുകൂടി എളുപ്പമെന്ന് തോന്നുന്നു. അപ്പം അങ്ങനെ ഇംഗ്ലീഷിലായിരുന്നു പോയത്. അപ്പോൾ ഈ പറയുന്ന സബ് ജില്ല കഴിഞ്ഞ സ്റ്റേറ്റ് ലെവൽ അവിടെ പോയി അതിന് 1ാം സമ്മാനം സ്റ്റേറ്റ് ലെവലിൽ ലഭിച്ചു എന്ന് പറഞ്ഞപ്പോൾ അത് തീർച്ചയായിട്ടും ഒരു വലിയൊരു ഉത്തേജനമായിരുന്നു. അപ്പം പ്രസംഗിക്കാൻ കഴിയും എന്നുള്ള ഒരു ബോധ്യം ആദ്യമായിട്ട് മനസ്സിൽ വന്നത് ആ സമയത്തായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ അതിനുശേഷം വീണ്ടും ഞാൻ വെല്ലൂർ പോയി പഠിക്കാനായിട്ട് MBBS ചെയ്യാനായിട്ട്. അവിടെയും അപ്പോൾ പിന്നെ തമിഴിൽ പ്രസംഗിക്കാനായിട്ട് തുടങ്ങി. അവിടെ പോയതിനു ശേഷം ഞാൻ കുറച്ച് I think I love languages. Okay. Probably that is one of the key factors to your question. കാരണം വാക്കുകളുടെ ഒരു മാസ്മരികത എന്ന് പറയുന്നത് എപ്പോഴും എനിക്ക് ഒരുപാട് ഊർജ്ജം നൽകുന്ന ഒരു കാര്യമാണ്. അപ്പം ആ ഒരു ലോകത്തിലേക്ക് വീണ്ടും വീണ്ടും ഇങ്ങനെ എടുത്തു ചാടാനായിട്ട് ഒരു വെമ്പൽ കൊള്ളുന്ന ഒരു മനസ്സാണ്. My producer would say this. നമ്മുടെ ഇത്രയും ഇന്റർവ്യൂസ് ചെയ്തതിൽ ഞാൻ ഇത്രയും മലയാളം പറഞ്ഞത് പ്രോബബ്ലി ഈ എപ്പിസോഡിലായിരിക്കും. ആൻഡ് യു ഇൻസ്പയർഡ് ദാറ്റ്. ബിക്കോസ് when I'm talking to you, I'm like, ഇത് ഇത്രയും വലിയ വാക്കുകൾ ഉപയോഗിക്കുന്ന ആളുടെ അടുത്ത് കുറച്ചെങ്കിലും ഞാൻ നല്ലോണം പറയണമല്ലോ എന്നുള്ളൊരു കാര്യം കൂടി കൊണ്ടാണ് I'm more careful with the way I was speaking. So yeah, that's a fun fact for my team. ഞാനും ഇത്ര ഇംഗ്ലീഷ് സംസാരിച്ചത് ഇപ്പം അല്ലെങ്കിൽ വേറൊന്നും കൊണ്ടല്ല. എനിക്ക് ഒരു ഭാഷ ഉപയോഗിക്കുമ്പോൾ നമ്മൾ അതിനോട് പൂർണ്ണമായിട്ട് നീതി പുലർത്തണം എന്നുള്ള ഒരു ആശയം മനസ്സിലുണ്ട്, അത്രേ ഉള്ളൂ. അപ്പം ഞാൻ ഇംഗ്ലീഷിൽ പ്രസംഗിക്കുകയാണെങ്കിൽ പൂർണ്ണമായിട്ട് ഇംഗ്ലീഷിൽ പ്രസംഗിക്കുക, മലയാളത്തിൽ പ്രസംഗിക്കുകയാണെങ്കിൽ പൂർണ്ണമായിട്ടും മലയാളത്തിൽ പ്രസംഗിക്കുക എന്നുള്ള അതാണ് എനിക്കിഷ്ടം പൊതുവെ. പക്ഷെ പലപ്പോഴും ഇപ്പം നമ്മൾ പോകുമ്പോൾ ഇപ്പം ഏത് ഭാഷയിലാണ് നമ്മൾ ചടങ്ങ് നടത്തുന്നതെന്നുള്ളത് ചോദിക്കുമ്പോൾ, പരിപാടിക്ക് വിളിക്കുമ്പോൾ അതും കൂടെ ചോദിക്കാറുണ്ട്. അപ്പം മിക്കവാറും എല്ലാവരും തരുന്ന ഒരു ഉത്തരം രണ്ടും മിക്സ് ചെയ്ത് സംസാരിക്കാൻ മേഡം എന്ന് പറയാനുണ്ട്. അപ്പം ഞാൻ പറയും ഞാൻ മിക്സ് ചെയ്യത്തില്ല. I think ഇപ്പം ആ ഓഡിയൻസ് ഓൾസോ അങ്ങനെയാണല്ലേ. അത് സോഷ്യൽ മീഡിയ ഇത്രയധികം വരുന്നതും കൂടെ കൊണ്ട് ഒരുപാട് പേർക്ക് പിന്നെ 2 ഭാഷകളും നന്നായിട്ട് കൈകാര്യം ചെയ്യുന്നവർ ഒരുപാട് പേരുണ്ടല്ലോ. അപ്പം രണ്ടും കലർത്തുന്നതിൽ വേറെ പ്രശ്നമുണ്ടെന്നൊന്നുമല്ല. എൻ്റേത് കുറച്ച് ഒരു പഴഞ്ചൻ സ്റ്റൈലായിരിക്കാം ചിലപ്പോൾ, എനിക്കറിയില്ല. ഒരു ഓൾഡ് വേൾഡ് ചാം ഉണ്ടല്ലോ നമ്മൾ. അത് എനിക്ക് ഇപ്പോഴും തന്നെ ഞാൻ കവിതകളൊക്കെ വായിക്കുമ്പോൾ എനിക്ക് ബാലമണി അമ്മയുടെ കവിതകളും മക്കിത്തത്തിൻ്റെ കവിതകളും ഉള്ളൂരിൻ്റെ കവിതകളും ആശാൻ്റെ കവിതകളൊക്കെയാണ് എൻ്റെ മനസ്സിൽ എപ്പോഴും ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത്. അപ്പം ഈ ഇടയ്ക്ക് പോലും ഇപ്പോൾ ഉള്ളൊരു എഴുത്തുകാരനോട് ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നു, സുഭാഷ് ചന്ദ്രനായിരുന്നു എന്ന് തോന്നുന്നു. അപ്പോൾ അദ്ദേഹം എന്നോട് ഇങ്ങനെ പറഞ്ഞു, പുതിയ കവികൾ കുറച്ച് പേര് ദിവ്യൊന്ന് വായിക്കണം. നമ്മൾ ചിന്തിക്കുന്നതും എഴുതുന്നതും സംസാരിക്കുന്നതും എല്ലാം ഈ പഴയ കവികളുടെ ഒരു അപ്പൊ അതുമായിട്ട് ഇങ്ങനെ താതാത്മ്യം പ്രാപിച്ചു നിൽക്കുകയാണ് എൻ്റെ മനസ്സ് ഇപ്പോഴും. അതെ 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 അതെ. Did you enjoy that? പുതിയ എഴുത്തുകാരുടെ വായിച്ചിട്ട്? വായിക്കാറുണ്ട്, പക്ഷെ എന്നെ അത്രയധികം ഉള്ളിൽ തട്ടാറില്ല പലതും. അതെ, എന്നെ കൂടുതൽ സ്വാധീനിക്കുന്നത് ഈ പറയുന്ന പഴമയുടെ ഒരു ലാളിത്യമുള്ള വാക്കുകളും പ്രയോഗങ്ങളും ഒക്കെയാണ്. അപ്പോൾ അത് സ്വാഭാവികമായിട്ട് എനിക്ക് തോന്നുന്നു ഒരു പ്രായം കഴിയുമ്പോൾ നമ്മൾ പുതുമ തേടി പോകും. ഈ പഴമയുടെ ഒരു നിറവ് നമുക്കുള്ളിൽ വരുമ്പോൾ നമ്മൾ പുതുമ തേടി പോകും. അത് മനുഷ്യന്റെ സ്വാഭാവികമായിട്ടുള്ള ഒരു ഒഴുക്കാണ്. അപ്പൊ ആ ഒരു കാലം വരുമ്പോൾ
ഞാനും ആധുനികത തേടി പോകുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷെ ഇപ്പോഴത്തേക്ക് ഈ ഒരു പഴമയുടെ ഒരു പ്രസരിപ്പുണ്ടല്ലോ. That also sets you apart from the rest, among your peers. ഞാൻ എല്ലാത്തിലും അങ്ങനെയാണെന്ന് തോന്നുന്നു. ഇപ്പം വസ്ത്രധാരണത്തിലായാലും ഭക്ഷണം കഴിക്കുന്നതിലായാലും എല്ലാത്തിലും അങ്ങനെ ഒരു കുറച്ചൊരു ഗൃഹാതുരത്വത്തിന് കുറച്ച് കൂടുതൽ പ്രാധാന്യം നൽകുന്ന ഒരാളാണെന്ന് തോന്നുന്നു. അത് എനിക്ക് തോന്നുന്നേ ഈ നമുക്കെപ്പോഴും വളർച്ച എന്ന് പറയുന്ന ഒരു സങ്കല്പം ഉണ്ടല്ലോ. അപ്പം നമ്മളിപ്പോൾ ഈ മരം വളരുന്നത് എന്ന് നമ്മൾ കാണുമ്പോൾ ഇങ്ങനെ മുകളിലേക്ക് പടർന്ന് പന്തലിച്ച് എന്ത് മനോഹരമായിട്ടാണ് നിൽക്കുന്നത് അല്ലേ. അപ്പോൾ എങ്ങനെ ആകാശം മുട്ടി നിൽക്കുന്ന ഈ മരത്താണ് നമ്മളിപ്പോഴും കാണുന്നത്. പക്ഷെ ഇത് ഇത്രയും ആകാശത്തോളം വളരണമെങ്കിൽ ഉള്ളിലേക്ക് അടിയിലേക്ക് നമ്മൾ ആരും കാണാതെ ആ വേരുകൾ ഇങ്ങനെ താഴോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ വളർച്ച എന്ന് പറയുമ്പോൾ നമ്മുടെ കാഴ്ചപ്പാടിൽ ഈ അകത്തേക്ക് പോകുന്ന ആരും കാണാത്ത ആ വേരുകൾ, ആ ആഴത്തെ നമ്മൾ വിഷ്വലൈസ് ചെയ്യില്ല സാധാരണഗതിയിൽ. നമ്മളെപ്പോഴും ദൃശ്യവൽക്കരിക്കുന്നത് ഈ ഉയർച്ചയിലേക്ക് പോകുന്ന വളർച്ചയാണ്. അപ്പം ആഴത്തിലേക്ക് പോകുന്ന ഒരു വളർച്ച ഉണ്ടെങ്കിൽ മാത്രമേ ഉയർച്ചയിലേക്ക് നമുക്ക് വളരാൻ സാധിക്കൂ എന്നുള്ള ഒരു കാര്യമുണ്ട്. അതൊരു വസ്തുതയാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ ആ ആഴത്തിലേക്ക് പോകാൻ കുറച്ച് കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അത് വേണം എന്ന് ബോധപൂർവം ആഗ്രഹിക്കുന്ന ഒരാളാണ്. അത്രേ ഉള്ളൂ. അതിന് വേണ്ടിയിട്ട് ഇപ്പം ഭയങ്കരമായിട്ട് അങ്ങ് പ്രയത്നിക്കുന്നു എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ എൻ്റെ ബോധം മനസ്സിൽ അത് എപ്പോഴും ഉണ്ട്. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണെന്ന് തോന്നുന്നു ഞാൻ ഈ പുറകിലേക്ക് പോകുന്നതും പഴമയിലേക്ക് പോകുന്നതും ഉള്ളിലേക്ക് പോകുന്നത്. കൂടുതൽ ഫിലോസഫി ആയ absolutely enjoyed. Viewers too, I guess. അപ്പം last question, I will let you go. Also ഭയങ്കര സുന്ദരി ആയിട്ടുണ്ട് കേട്ടോ. Same to you. Looking awesome. So എന്താ പറയുക, IAS എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്കത് കുറച്ചുകൂടെ എത്തിപ്പിടിക്കാൻ പറ്റുന്ന ഒരു സ്വപ്നമാണല്ലേ പലർക്കും. പണ്ട് പ്രോബബ്ലി ഇൻ യോർ എറ ആ ഒരു IAS എന്നൊക്കെ പറയുന്നത് ഒരു അൺറീച്ചബിൾ അൺഅറ്റൈനബിൾ ഒരു പൊസിഷനാണ്. ബട്ട് ഇന്ന് അത് കുറച്ചുകൂടെ നമുക്ക് അക്വയർ ചെയ്യാൻ പറ്റും എന്ന് തോന്നുന്ന കാര്യം. യങ്സ്റ്റേഴ്സ് ഹു വാണ്ട് ടു ഗെറ്റ് ഇൻ ടു that as a career, for അത് സേവനത്തിനാകാം, എന്തിനും എന്ത് കാര്യമോ ആയിക്കോട്ടെ, if they want to get into Indian administrative service എന്ന് പറയുന്ന ഒരു ബ്രാക്കറ്റ് എന്താണ്, what is it that you have to tell them? IAS എന്നുള്ള ഒരു സേവന മേഖല ഇന്ന് ഇന്ത്യയിൽ നിങ്ങൾക്ക് ആഗ്രഹിക്കാവുന്ന ഏറ്റവും വിശാലമായിട്ടുള്ള ഒരു മൈതാനമാണ്. നമുക്ക് പൊതുജന സേവനം ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിക്കും, കാരണം ഇത്രയും അധികം വൈവിധ്യമാർന്ന മേഖലകളിൽ ശരിക്കും നമ്മൾ സർവ്വതല സ്പർശി എന്നൊക്കെ പറയുമല്ലോ, അതുപോലെ ഇങ്ങനെ എല്ലാ തലങ്ങളിലും നമുക്ക് സേവനം അനുഷ്ഠിക്കാൻ സാധിക്കുന്ന അവസരങ്ങൾ നൽകുന്ന ഒരു മേഖലയാണ്. അപ്പോൾ തീർച്ചയായിട്ടും പൊതുജന സേവനത്തിൽ രാഷ്ട്ര നിർമ്മാണത്തിൽ താല്പര്യമുള്ളവർ വളരെ ഗൗരവമായി പരിഗണിക്കേണ്ടുന്ന ഒരു ഉദ്യോഗം തന്നെയാണ്. പക്ഷേ നമ്മൾ IAS എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ സാധാരണഗതിയിൽ അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു സ്റ്റേറ്റസ് സിമ്പിളായിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രസ്റ്റീജോ അങ്ങനെയൊക്കെ ഉള്ളതാണ് ആദ്യം ആളുകളെ ഒരു പക്ഷേ മനം കവരുന്നത്. അതല്ല യഥാർത്ഥത്തിൽ ഈ ഒരു മേഖല എന്നുള്ളത് അറിഞ്ഞുകൊണ്ട് വേണം അതിലേക്ക് വരാൻ എന്നുള്ളത് മാത്രമാണ് എനിക്ക് പറയാനുള്ള ഒരേ ഒരു കാര്യം. തയ്യാറെടുക്കുന്ന കുട്ടികളോട് പറയാനുള്ളത് തീർച്ചയായിട്ടും എൻജോയ് ദാറ്റ് പ്രോസസ് ഓഫ് ലേണിംഗ്. നിങ്ങൾ സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു പരീക്ഷ പാസ്സാവുക എന്നുള്ളത് മാത്രമല്ല അവിടെ ചെയ്യുന്നത്. ആ പരീക്ഷ തന്നെ ശരിക്കും നമ്മുടെ സാധാരണ മറ്റ് മത്സര പരീക്ഷകൾ പോലെ ഇപ്പം ഒറ്റ ദിവസം അല്ലെങ്കിൽ 2 ദിവസം നമ്മുടെ ഒരു പെർഫോമൻസ് കണക്കിലെടുത്തുകൊണ്ട് ചെയ്യുന്നതല്ല. ഇത് തന്നെ 3 തലങ്ങളായിട്ടാണ് നടക്കുന്നത്. ആദ്യം നമ്മുടെ പ്രിലിംസ് ഉണ്ട്, പിന്നെ മെയിൻ എക്സാംസ് ഉണ്ട്, പിന്നെ ഒരു അഭിമുഖം ഉണ്ട്. അപ്പം ഇതെല്ലാം കൂടി ആകുമ്പോഴത്തേക്കും 7-8 മാസമാകും. സോ ശരിക്കും വരാനിരിക്കാൻ പോകുന്ന ആ ഒരു ഉദ്യോഗ മേഖലയുടെ ജീവിതത്തിൻ്റെ ഒരു ചെറിയൊരു ട്രെയിലറാണ് ഈ പരീക്ഷാ സംവിധാനം എന്ന് പറയുന്നത്. കാരണം നമ്മൾ ഓരോ ദിവസവും ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ വളരെയധികം കൺസിസ്റ്റൻ്റ് ആയിട്ട് നിരന്തരം നമ്മൾ പ്രയത്നിച്ചുകൊണ്ടേയിരിക്കണം ഈ ഒരു മേഖലയിൽ. അപ്പം അതിൻ്റെ ഒരു എടുത്തുകാട്ട് കൂടിയാണ് ആ പരീക്ഷാ തയ്യാറെടുപ്പ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ
പെർഫോമൻസ് എന്നുള്ളത് മാത്രം ഫോക്കസ് ചെയ്യാതെ നിങ്ങൾ പഠിക്കുന്ന ഓരോ കാര്യങ്ങളും നിങ്ങളുടെ ഭാവിയിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു മുതൽക്കൂട്ടാണെന്ന് കരുതി പഠിക്കുക. സോ എൻജോയ് ദ പ്രോസസ് ഓഫ് ലേണിംഗ്. ബിക്കോസ് ഇഫ് യു ആസ്ക് മീ, ഇപ്പോൾ IAS എന്ന് പറയുമ്പോൾ ഞാനീ പറഞ്ഞ പോലെ വൈവിധ്യമാർന്ന മേഖലകളുണ്ട്. അപ്പോൾ പലരും പറയും ഇത്രയും ജനറലിസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രൊഫഷൻ, the generalist versus specialist, there is always a debate that keeps going on, whether you require IAS officers to head. ഈ പറഞ്ഞ പോലെ ഇത്രയും ടെക്നിക്കൽ ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് എന്തിനാണ് ഒരു IAS ഓഫീസർ ഹെഡ് ചെയ്യുന്നതെന്ന് വേണമെങ്കിൽ ആളുകൾക്ക് ചോദിക്കാം. So that always happens, but I always keep telling them that ഒരു IAS ഓഫീസർ ആയിക്കഴിഞ്ഞാൽ you are a specialist in learning. ഞാൻ ഇപ്പോൾ 2 വർഷം മുൻപ് 3 വർഷം മുൻപ് മാരിടൈം മേഖലയെക്കുറിച്ച് എന്നോട് നിങ്ങൾ എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ എനിക്ക് ആ സമയത്ത് ഉണ്ടായിരുന്ന ഞാനേ അല്ല ഇപ്പോൾ. അങ്ങനെയൊന്നും ക്ലെയിം ചെയ്യുന്നില്ല. ബട്ട് the only thing that I did when I stepped into this role was to make sure that I started learning. And that's what I need to do every single day of my life. കാരണം ഓരോ ദിവസവും എൻ്റെ മുന്നിൽ വന്ന് എത്തുന്ന പ്രശ്നങ്ങളായാലും പ്രതിസന്ധികളായാലും അവസരങ്ങളായാലും എല്ലാം പുതുമയാർന്നതായിരിക്കും. ഈ കഴിഞ്ഞ 12 വർഷങ്ങളായിട്ട്, ഞാൻ 2014 ബാച്ചാണ്, ഇപ്പോൾ 2026 നിൽക്കുമ്പോൾ ഈ കഴിഞ്ഞ 12 വർഷങ്ങളായിട്ടുള്ള ഈ കർമ്മ മേഖലയിൽ എൻ്റെ അനുഭവം വെച്ച് നോക്കുകയാണെങ്കിൽ ഒരൊറ്റ ദിവസം പോലും, ഞാൻ ഒട്ടും എക്സാജറേറ്റ് ചെയ്ത് പറയുന്നില്ല, ഒരൊറ്റ ദിവസം പോലും അതിന് മുൻപുള്ള ഒരു ദിവസത്തെ പോലെയോ അതിന് മുൻപുള്ള ഏതെങ്കിലും ഒരു ദിവസത്തെ പോലെയോ ആയി ഭവിച്ചിട്ടില്ല. Every single day has been so different, and every single day has been filled with tremendous opportunities, and that too, a variety of opportunities. And that's what makes this profession so unique. ഞാൻ ഓരോ ദിവസവും ചെയ്യുന്ന കാര്യം അത്രമാത്രം വ്യത്യസ്തമാണ്. അപ്പോൾ അതിന് എൻ്റെ വ്യക്തിപരമായ എൻ്റെ വളർച്ച എന്നുള്ളത് അതിൽ എൻ്റെ നിക്ഷേപമാണ്. And you need to ensure that that you keep learning, that you keep growing, and that's the way you can actually make decisions. And that's the way you can pave way for others. For a person to be in governance, അതിപ്പോൾ ഏത് ഭൂമികയിലാണെങ്കിലും ശരി, ഭരണം എന്നുള്ളത് യഥാർത്ഥത്തിൽ എന്താണ്, മറ്റുള്ളവർക്ക് വേണ്ടി അല്ലെങ്കിൽ മറ്റുള്ളവരെ പ്രതിനിധീകരിച്ച് നമുക്കൊരു തീരുമാനമെടുക്കാൻ സാധിക്കണം. I am deciding on your behalf, when I'm doing something for the very important. Yes, for a lot of people. അപ്പോൾ അങ്ങനെ ഒരു collective decision making എന്നുള്ളതിന് I am owning up the responsibility. That's what I'm doing, when I am a part of the governance, that entire wheel of governance. അപ്പോൾ അവിടെ ആ തീരുമാനം എടുക്കാൻ സാധിക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് അത്രമാത്രം അതിനെക്കുറിച്ച് അറിവും വേണം, വിവരം വേണം, അതുപോലെ തന്നെ വിവേകവും വേണം, അല്ലേ? So that's that ongoing process. In that wheel of governance you always need to keep learning. അപ്പോൾ അങ്ങനെ പഠിക്കാൻ ഇഷ്ടമുള്ള ആളുകൾ മറ്റുള്ളവർക്ക് വേണ്ടി ഈ പറയുന്ന പോലെ തീരുമാനമെടുക്കാൻ സാധിക്കുന്ന ആളുകൾ, പൊതുജന സേവനത്തിൽ സ്വയം ഇങ്ങനെ ആനന്ദം കണ്ടെത്താൻ സാധിക്കുന്ന ആളുകൾ എല്ലാവരും തീർച്ചയായിട്ടും ഈ വഴിയേ വരൂ, ഇതിലേ വരൂ. Thank you so much for this. You've spent so much time with us. Thank you for being on Walk With Me. Thanks a lot. Thank you so much. Lovely conversation. Yes, it was.